കുറെ ആൾക്കാർക്ക് അതൊക്കെ മാറിയിട്ടുണ്ട്. വ്യത്യാസം നമുക്ക് നല്ലൊരു ഒരിക്കലും ദൃശ്യം ആ ഒരു രീതിയിൽ കാണരുത്. ഇത് വേറെ വേറെ രീതിയിലാണ് മനോഹരമായിട്ടുണ്ട്. മേക്കിംഗ് എല്ലാ കാര്യങ്ങളും സിദ്ദീഖൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ലാലേട്ടൻ അടിപൊളിയായി ചെയ്തു. സൂപ്പർ 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 എന്ന് പറയാൻ എല്ലാരും കാണണം. ജിത്ത് പൊളിച്ചു. സൂപ്പർ അടിപൊളി. മോഹൻലാൽ ഇനിയുള്ളത് ഇങ്ങനത്തെ സിനിമകൾ സെലക്റ്റീവ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ. ജിത്തു സൂപ്പർ. ലാലേട്ടന്റെ ശക്തമായ തിരിച്ചറിവ്. നല്ല കിരീടം സദയം ജിത്തു ജോസഫിന്റെ സൂപ്പർ ഡയറക്ഷൻ. 10 വർഷം ദൃശ്യം കണ്ടതിന്റെ അതേ അനുഭവം തന്നെ. ഫാമിലി ഒക്കെ ഫുൾ ഫാമിലി ആയിരിക്കും കേരളം മൊത്തം. 100 കോടി അതിനെ വേറെ പോകും. സൂപ്പർ ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടും. ഫാമിലി പടമാണ്. ഇനിയിപ്പോ സലാറ് വരുമ്പോ ഫാമിലി ഓഡിയൻസ് ഒന്നും ബാധിക്കില്ല. ഗംഭീര പടം, സൂപ്പർ പടം, ഫാമിലി ആയിട്ട് ഇരുന്ന് എന്റർടൈൻമെന്റ് പടം. ഒരു ബോറടിയില്ല, ഒന്നുമില്ല. ലാലേട്ടൻ പൊളി മാസ്. ലാലേട്ടൻ വൻ തിരിച്ചറിവ് തന്നെയാണ്. സൂപ്പർ വേറെ ലെവൽ. അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. കുറെ ആയ സിനിമ കണ്ടിട്ട് ഇന്ന് കണ്ടപ്പോ നല്ല കണ്ടു. ഇന്നിപ്പോ നല്ല സിനിമ ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് പടം. പടം സെറ്റാണ്. ഓക്കെ റെഡി. കൂട്ടിട്ട് പറയുമ്പോ തന്നെ എല്ലാവരും ഒരു ത്രില്ലർ എലമെന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുണ്ടോ, ഒരു സസ്പെൻസ് എന്തെങ്കിലും ഒന്നുണ്ടോ? ഇതിലെന്താണ് സസ്പെൻസ് എന്നല്ല, ലീഗൽ ഡ്രാമയാണ്. ലീഗലായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം ഉണ്ടായി. ഒരു ട്രെയിലറിൽ പറഞ്ഞ പോലെ ഒരു ക്രൈം നടക്കുന്നു, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. പക്ഷെ ഈവനിങ്ങിലോട്ട് എന്തുകൊണ്ട് ട്രയൽ പോകുന്നു, അതായത് അസ്വാഭാവികം എന്ന് പറഞ്ഞില്ല ട്രെയിലർ, അത് എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തരും. സാഹചര്യം വെച്ചാൽ എനിക്ക് 10 മിനിറ്റ് കാണാൻ പറ്റില്ല, എത്തുമ്പോൾ ലേറ്റായി. എന്നാലും ആ 10 മിനിറ്റ് നമ്മൾ ട്രെയിലർ കണ്ട പോലെ ഒരു സംഭവം നടക്കുന്നു, എന്തോ ഒരു ക്രൈം നടക്കുന്നു. ആ പ്രതിയെ കണ്ടല്ലോ, അത് നടക്കുന്നു. അതിനുശേഷം നടക്കുന്നത് ലീഗൽ വാറാണ്. സിദ്ദിഖ് ഇക്കൊക്കെ പറഞ്ഞാൽ നമുക്കുണ്ടല്ലോ ആ ക്യാരക്ടറിനെ നമുക്കിങ്ങനെ വേർതിരിപ്പിക്കുന്ന അതല്ല, നമുക്ക് പറയില്ല. ഒരു അദ്ദേഹം ആ ഒരു ലോയർ വേഷത്തിൽ എങ്ങനെ ചെയ്തു എന്നുള്ളതിന് നമുക്ക് ഒരു അറിയില്ല. ആ ഒരു പ്രത്യേക നമുക്കൊരു ഇമോഷൻ വരും. പിന്നെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു അഭിനയം തന്നെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല പടമാണ്. ഫാമിലിക്ക് കാണാൻ പറ്റും. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ. എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പടം തന്നെയാണ് അല്ലേ? ഫാമിലി അത് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമുണ്ട്. പക്ഷെ ഫാമിലി ആയിട്ട് കണ്ടിരിക്കാം, നമുക്ക് കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് ഇമോഷണൽ ഡ്രാമയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ഒരു സാറ്റിസ്ഫാക്ഷനും ഇമോഷനൊക്കെ ആയതാണ്. പടം ഗംഭീരം തന്നെയാണ് അല്ലേ? ഗംഭീര. ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് എഴുതുമ്പോ ഇപ്പൊ അവനടുത്ത ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഉണ്ടാവും. എസ് എൻ സ്വാമി കഴിഞ്ഞാല് എസ് എൻ സ്വാമിയുടെ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ അവിടെ പോയിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്ന അതിനാണ്. എന്തെങ്കിലും സ്പോയിലാക്കാൻ പാടില്ല. ഇപ്പോഴത്തെ ഒരു എന്റെ പേര് പറയാ, ഒരു കറന്റ് സിറ്റുവേഷൻ എന്താ ഇതിന് നന്നായിട്ട് ഒരാള് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പാലക്കാട് എടുത്ത സിനിമയാണ്. നേരെ എനിക്ക് തോന്നുന്നു നെന്മാറ സൈഡ് അവിടെയൊക്കെ എടുത്താണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ നല്ല സ്ക്രിപ്റ്റ്, നന്നായിട്ട് ഇത്രയും ടൈറ്റ് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത അതിന്റെ ക്യാരക്ടറൊക്കെ കോടതിയിൽ നിന്ന് നമുക്ക് പ്രേക്ഷകർക്ക് അല്ല സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അത് എഴുതാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അതിന്റെ IPCയും അതിന്റെ സെക്ഷൻ നമുക്കൊന്നും അറിയില്ല. ഇതൊക്കെ കോടതിയും അവരൊക്കെ പക്ഷെ അത്രയും ടൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണുമ്പോൾ കൈ തട്ടാന്നല്ലാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അത്ര നന്നായിട്ട് ദൃശ്യത്തിന് ശേഷം നല്ലൊരു സ്ക്രിപ്റ്റ്. മറ്റേ അതിന്റെ പേര് പറയാ, അത്ര നല്ല സ്ക്രിപ്റ്റ്, സെറ്റപ്പ് നല്ലോണം. പക്ഷെ അതിന് സസ്പെൻസ് ഒന്നും ഇല്ല. പക്ഷെ എല്ലാരും
റിവീൽ ചെയ്യണ ഒരു സംഭവം ഉണ്ടല്ലോ, ആ റിവീൽ ചെയ്യണ സംഭവം അതാണ് ഏറ്റവും നല്ലത്. ഒരാളുടെ ഫെയിലിയറിന് എടുത്ത് നേരെ മുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ലേ. നന്നായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മേ ബി ഇപ്പൊ ഫസ്റ്റ് ഓപ്പണിംഗ് ഷോ ആണത്. പാലക്കാടത്തല്ല, കേരളത്തിൽ തന്നെ. അപ്പൊ നിങ്ങൾ വ്യാഴാഴ്ചയാണ്, ഇപ്പൊ വെള്ളിയാഴ്ച ഗൾഫിലൊക്കെ ഇപ്പൊ ആവണേ ഉണ്ടാവും. പക്ഷെ നോക്കി നോക്കും, നല്ല സ്ക്രിപ്റ്റാണ്. ഇതെന്തായാലും ഒരു ധൈര്യമായിട്ട് കുടുംബക്കാർക്ക് അല്ല 100 കോടി ക്ലബ്ബ് 500 കോടി ക്ലബ്ബ് എന്നൊന്നും പറയുന്നില്ല. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടം. സക്സസ് ആണ്. കൊടുത്ത കാശിന് എന്തായാലും അതുണ്ടല്ലോ. എന്ത് കൊടുത്ത കാശ്? നിങ്ങൾ 100 രൂപ കൊടുത്തിട്ട് മറ്റേ ഇത് മറ്റേ 50 രൂപ എനിക്ക് വരുമാനമായി, അതാണോ പറയണത്? അല്ല, പലരും പറയുന്നത് നമുക്ക് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ആണോ? തീർച്ചയായിട്ടും മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ. കണ്ടിറങ്ങുമ്പോ കൈയടിക്കുക. മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ വലിയ ആളാ, അതൊന്നും അല്ല. നമ്മ സ്ക്രിപ്റ്റ്, ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് ഇപ്പൊ ചെയ്തിട്ടുണ്ട് കാര്യം. നിങ്ങൾ കണ്ടു നോക്കൂ. ഓക്കെ. താങ്ക് യു. ഓക്കെ, താങ്ക്സ്.